Good afternoon. Welcome back to our geography online class. The previous class we discussed about the tectonic movement, that is the plate movement. In the plate movement, we discussed that there is three types of plate movement. And last we learned that due to the plate movement, there is different types of landforms are created, isn't it? And due to the plate movement, different types of landforms are created. Okay. Then now we are going to learn about other forces are also bring about some changes on the surface of the earth. But plate movement മാത്രമല്ല, other forces are also bring about some changes on the surface of the earth. എർത്തിലെ ചേഞ്ചസ് ഉണ്ടാക്കുന്ന വേറെ മൂവ്മെന്റുകൾ ഉണ്ട്. അപ്പൊ പ്ലേറ്റ് മൂവ്മെന്റ് മാത്രമല്ല, എർത്തിലെ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് വേറെ മൂവ്മെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എർത്തിലെ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എർത്തിലെ ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഏതൊക്കെ മൂവ്മെന്റ് ആണ്. വാട്ട് ആർ ദ അതർ മൂവ്മെന്റ്സ് ഫോർ ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഓൺ ദി surface of the earth? Especially there is two types of movement. All of you take the page number 33. Two types of movement. One is the endogenic forces and another is the exogenic forces. There is two types of important forces are created. There is changes on the surface of the earth. First one is the endogenic forces. Endogenic forces is the then there is an external endogenic forces is the external forces and exogenic is the internal forces. Endogenic forces is the external, അതായത് ബാഹ്യമായ ചലനങ്ങളും എക്സോജനിക് ഇന്റേണൽ, അതായത് ഭൂമിയുടെ ഉള്ളിലുണ്ടാവുന്ന ആ മൂവ്മെന്റും എന്തിന് കാരണമായിട്ട് മാറുന്നു? There is changes in the surface of the earth. Okay, in the endogenic force, that is an external forces, there is two types of movement. One is the diastrophic movement and the second one is the sudden movement. There is two forces movements due to the endogenic forces. അതായത് endogenic forces കൊണ്ട് രണ്ട് തരത്തിലുള്ള മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ ഡയാസ്ട്രോഫിക് മൂവ്മെന്റ്. അപ്പൊ ഡയാസ്ട്രോഫിക് മൂവ്മെന്റിൽ വരുന്ന മൂവ്മെന്റ് ആണ് എന്ത്? പ്ലേറ്റ് മൂവ്മെന്റ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഡയാസ്ട്രോഫിക് മൂവ്മെന്റ് വരുന്ന മൂവ്മെന്റ് പ്ലേറ്റ് മൂവ്മെന്റ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ദ സഡൻ മൂവ്മെന്റ്. സഡൻ മൂവ്മെന്റ് വരുന്നതാണ് എന്ത്? വോൾക്കാനിക് ഇറപ്ഷൻ ആൻഡ് എർത്ത്ക്വേക്ക്. വോൾക്കാനിക് ഇറപ്ഷനും എർത്ത്ക്വേക്കും എന്തിൽ വരുന്നതാണ്? സഡൻ മൂവ്മെന്റിലെ. അപ്പൊ എർത്ത് മൂവ്മെന്റിലെ എൻഡോജനിക് ഫോഴ്സസ് ആൻഡ് എക്സോജനിക് ഫോഴ്സസ്. എൻഡോജനിക് ഫോഴ്സസിലെ ഡയാസ്ട്രോഫിക് മൂവ്മെന്റ് ആൻഡ് സഡൻ മൂവ്മെന്റ്. സഡൻ മൂവ്മെന്റിലെ എന്താണ് വരുന്നത്? വോൾക്കാനിക് ഇറപ്ഷൻ ആൻഡ് എർത്ത്ക്വേക്ക്. That sudden movement is very harmful, very dangerous to the people. അപ്പൊ സഡൻ മൂവ്മെന്റ് എന്താണ്? വെരി ഡേഞ്ചറസ് ടു ദ പീപ്പിൾ. അപ്പൊ എർത്തിൽ ഉണ്ടാവുന്ന ആ സഡൻ മൂവ്മെന്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് ഉള്ളത്. ഇപ്പൊ പ്ലേറ്റ് മൂവ്മെന്റ് നമ്മൾ അങ്ങനെ അറിയുന്നില്ല, അത് വളരെ സ്ലോ ആയിട്ട് പോകുന്നതാണ് എന്ത്? ഡയാസ്ട്രോഫിക് മൂവ്മെന്റ്. സഡൻ മൂവ്മെന്റിൽ വരുന്നതാണ് എന്ത്? വോൾക്കാനിക് ഇറപ്ഷൻ ആൻഡ് എർത്ത്ക്വേക്ക്. അപ്പൊ അതാണെങ്കിൽ നമുക്ക് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് എന്ത്? വോൾക്കാനിക് ഇറപ്ഷൻ ആൻഡ് എർത്ത്. സഡൻ ആയിട്ട് ഉണ്ടാവുന്ന എർത്ത് മൂവ്മെന്റ് ആണ് എന്ത്? വോൾക്കാനിക് ഇറപ്ഷൻ ആൻഡ് എർത്ത്ക്വേക്ക്. ഓക്കെ, then plate movement take place at a very slow pace. The effect of the slow movement become obvious only over very long periods of time. Compared to the rapid movement affect the mankind more. Volcanoes and earthquake come under this category. അപ്പോൾ നമുക്ക് എർത്ത്ക്വേക്ക് അറിയാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. 2015 കാഠ്മണ്ഡുവിൽ ഉണ്ടായിട്ടുള്ള എർത്ത്ക്വേക്ക് വെരി ഡേഞ്ചറസ് ആയിരുന്നു. Then
the word earthquake is very familiar to you now. Very familiar ആയിട്ടുള്ള ഒരു വാക്കാണ് നിങ്ങൾക്ക് earthquake അല്ലേ. നമുക്കിവിടെ നമ്മൾ അതിനെ നമുക്ക് അത്ര ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും നേപ്പാളിലും അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നമുക്ക് പേപ്പറിനകത്ത് ജപ്പാനിലൊക്കെ നമുക്ക് എപ്പോഴും കാണാനായിട്ട് പറ്റുന്നതാണ് എന്ത് earthquake. What is the earthquake? നമ്മൾ പഠിച്ചത് ഭൂമിയുടെ അടിയിൽ എന്തുണ്ട് ഇന്റീരിയർ പാർട്ട് ഓഫ് ദി എർത്ത് റോക്സ് ആർ ഡെപ്പോസിറ്റഡ് റോക്സ് ഉണ്ട് റോക്സിന്റെ കണ്ടീഷൻ എന്താണ് ഭൂമിയുടെ അടിയിൽ ഹൈ ടെമ്പറേച്ചർ ആണ് ഹൈ ടെമ്പറേച്ചർ കൊണ്ട് എന്ത് ചെയ്യാണ് റോക്സ് ലിക്വിഡ് ആയിട്ടും സെമി ലിക്വിഡ് ആയിട്ടൊക്കെയാണ് റോക്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ആ റോക്സിനെ ഡിസ്പ്ലേസ്മെന്റ് വരുമ്പോ അതായത് ഭൂമിയുടെ അടിയിലുള്ള ആ റോക്സിനെ ഡിസ്പ്ലേസ്മെന്റ് വരുമ്പോ അവിടെ എന്തുണ്ടാവുന്നു ഫോൾട്ടിങ് is happen isn't it അതായത് ഭൂമിയുടെ അടിയിൽ ഇന്റീരിയർ പാർട്ട് ഓഫ് ദി എർത്ത് റോക്സ് is there existed and that displacement of the rocks due to plate movement then and other causes അതായത് എന്തെങ്കിലും വേറെ കാരണങ്ങൾ കൊണ്ട് അതായത് ഭൂമിയുടെ അടിയിലെ പല ഫോഴ്സസും ഉണ്ട് അപ്പൊ അങ്ങനെ ഒന്നെങ്കിൽ പ്ലേറ്റ് മൂവ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോഴ്സ് കൊണ്ടോ ഈ റോക്സിനെ ഡിസ്പ്ലേസ്മെന്റ് വരുമ്പോ ഉണ്ടാകുന്ന ആ ഫോൾട്ടിംഗ് ആണ് എന്ത് earthquake മനസ്സിലായോ Okay, all of you look at the textbook. Rocks in the deeper interior of the earth undergo displacement and fault due to plate movement and other causes. Under such a situation, what happens? Severe pressure is exerted on the earth lithosphere and seismic waves are generated. Appo റോക്സിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെന്ന് അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആയിരിക്കുന്ന സ്ഥാനത്തിന് പിന്നെ വ്യത്യാസം ഉണ്ടാവും ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ സിവിയർ പ്രഷർ ഈസ് എക്സേർട്ടഡ് ഓൺ ദി എർത്ത് ലിത്തോസ്ഫിയർ and seismic waves are generated just like waves in a pond spread in all directions when a heavy object falls into it അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളിപ്പോ ഒരു കുളത്തില് ഒരു വലിയൊരു കല്ല് കുളത്തില് നിറയെ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ കുളത്തിലേക്ക് എറിഞ്ഞു അങ്ങനെ കുളത്തിലേക്ക് എറിഞ്ഞു കഴിയുമ്പോൾ എന്താ ഉണ്ടാവുന്നത് ആ കല്ല് ചെന്ന് വീഴുന്ന ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാണ് വേവ്സ് ഇങ്ങനെ വെള്ളത്തിലെ വേവ്സ് ഇങ്ങനെ ഇങ്ങോട്ട് വരും കരയിലേക്ക് വരും ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് എവിടെയാണ് കേക്ക് ഡിസ്പ്ലേസ്മെന്റ് റോക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത് അവിടെ വന്നിട്ട് അവിടെ നിന്ന് ആ സീസ്മിക് വേവ്സ് എന്ത് ചെയ്യാണ് സ്പ്രെഡ് ചെയ്യാണ് മനസ്സിലായോ പറയുന്നത് അതായത് നമ്മൾ വെള്ളത്തിൽ ഒരു കല്ലിട്ട് കഴിഞ്ഞാല് പിന്നെ അതിന്റെ ആ വേവ്സ് ഇങ്ങനെ പിന്നെ സ്പ്രെഡ് ചെയ്ത് കരയിലേക്ക് വരുന്നത് പോലെ തന്നെയാണ് എർത്തേക്കും ഉണ്ടാകുന്നത് ഓക്കെ then these waves create tremors on the earth's surface and these tremors experienced by us earthquake അപ്പൊ ഈ ലിത്തോസ്ഫിയറിലെ പിന്നെ റോക്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുമ്പോൾ അതായത് ഇന്റീരിയർ പാർട്ട് ഓഫ് ദി എർത്തിലെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുമ്പോൾ വരുന്ന പിന്നെ ലിത്തോസ്ഫിയറിലെ പ്രഷർ എക്സേർട്ട് ചെയ്തിട്ട് വരുന്ന മൂവ്മെന്റ് ആണ് അല്ലെങ്കിൽ സഡൻ മൂവ്മെന്റ് ആണ് എന്ത് എർത്ത്ക്വേക്ക് മനസ്സിലായോ അതായത് എർത്ത്ക്വേക്കിന് ഒരു സെന്റർ ഉണ്ടായിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ സെന്റർ അതാണ് എന്ത് ഫോക്കസ് The deep point inside the earth where earthquake occur are known as the focus. അതായത് എവിടെയാണോ ഇന്റീരിയർ പാർട്ട് ഓഫ് ദി എർത്തില് where the earthquake is then the started that deep point എവിടുന്നാണോ ആ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത് റോക്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത് ആ ഡീപ് പോയിന്റ് ആണ് എന്ത് ഡീപ് പോയിന്റ് is known as the focus. Then and the point vertically above it on the earth surface is known as epicenter. അപ്പൊ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട് ഫോക്കസിൽ നിന്നും എന്ത് ചെയ്യണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കുളത്തില് കല്ലിട്ട് കഴിഞ്ഞാല് അതിന്റെ വേവ്സ് ഇങ്ങനെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യും അതേപോലെ സ്പ്രെഡ് ചെയ്യുന്നതാണ് എന്ത് എപ്പിസെന്റർ ആ വൈറ്റ് കളറിൽ കാണുന്ന ലൈൻ ആണ് എന്ത് എപ്പിസെന്റർ ആ ഡോട്ട് ആണ് എന്ത് ഫോക്കസ് അപ്പൊ എവിടെയാണോ പിന്നെ എർത്ത്ക്വേക്ക് ഡീപ് പോയിന്റ് ഇൻസൈഡ് ദ എർത്ത് where the earthquake occur are known as the focus and the point vertically above it on the surface is known as epicenter okay and then
Apart from plate movement and faulty earthquake occur due to other reason. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്ലേറ്റ് മൂവ്മെന്റ് കൊണ്ട് മാത്രമല്ല, ഫോൾട്ടിങ് കൊണ്ട് മാത്രമല്ല എന്തുണ്ടാവുന്നത്, എർത്തേക്ക് ഉണ്ടാവുന്നത്. വേറെ ചില കാരണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ കൊളാപ്സ് ഓഫ് റൂഫ് ഓഫ് മൈൻസ്. കൊളാപ്സ് ഓഫ് ദി റൂഫ് ഓഫ് മൈൻസ്. മൈൻസ് ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിലൊക്കെ ആണെങ്കിൽ വലിയ ഗോൾഡ്, അപ്പൊ കിലോമീറ്ററുകളോളം ഭൂമിയുടെ അടിയിലേക്ക് കുഴിച്ചിട്ടാണ് അവർ എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്, മൈൻസ് ഉണ്ടാക്കുന്നത്. ആ മൈൻസിനാണ് നമുക്ക് മിനറൽസ് അവര് എടുക്കുന്നത്. അപ്പൊ മിനറൽസ് കളക്ട് ചെയ്യാനായിട്ട് മൈൻസ് ഉണ്ടാക്കും. അപ്പൊ ആ മൈൻസിന്റെ റൂഫ് അതായത് ഭൂമിയുടെ നല്ല ആഴത്തിലേക്ക് പോയിട്ടാണ് എന്തുണ്ടാവുന്നത്, മൈൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ആ റൂഫ് കൊളാപ്സ് ചെയ്ത് അതിന്റെ ആ റൂഫിന് എന്തെങ്കിലും ഷേക്ക് വരിക അല്ലെങ്കിൽ അത് കൊളാപ്സ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും, എർത്തേക്ക് ഉണ്ടാവും. മനസ്സിലായ? അതായത് പ്ലേറ്റ് മൂവ്മെന്റ് മാത്രമല്ല, പിന്നെ നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ ഓൾസോ ലീഡ്സ് ടു ദ എർത്തേക്ക് occur on the earth. ഫോർ എക്സാമ്പിൾ കൊളാപ്സ് ഓഫ് റൂഫ് ഓഫ് മൈൻസ് അല്ലെ, നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ട് ഉണ്ടാവുന്നതല്ലേ. Then second one, pressure in reservoir. Pressure in reservoir means that പിന്നെ വലിയ ഡാമുകൾ, ഇപ്പൊ നമ്മൾ ഡാമുകളിലൊക്കെ വെള്ളം റിസർവ് ചെയ്യണം. വാട്ടർ റിസർവോയറിൽ എന്താ ചെയ്യുന്നത്, വെള്ളം. അപ്പൊ ആ വാട്ടറിന്റെ ആ പ്രഷർ കൊണ്ട് എന്താ ഉണ്ടാവുന്നത്, പിന്നെ വാട്ടറിന്റെ ആ പ്രഷർ കൊണ്ട് എർത്തിലെ പിന്നെ എർത്തേക്കിനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതായത് വലിയ ഏരിയയില് ഒരുപാട് വെള്ളം അല്ലെ, ഡാമിലുള്ള വെള്ളം, ആ വെള്ളം അവിടെ കളക്ട് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ കളക്ട് ചെയ്ത് വെക്കുമ്പോ ആ പ്രഷർ കൊണ്ട് ക്രസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രസ്റ്റിന് അത് താങ്ങാനായിട്ട് പറ്റില്ല. അതായത് ക്രസ്റ്റ് വീക്കുള്ള ഭാഗത്ത് എന്ത് ചെയ്യും, അവിടെ എർത്തേക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ദാറ്റ് ഈസ് ദ പ്രഷർ ഇൻ റിസർവർ. അതായത് ഡാമുകളിലെ വെള്ളം ശേഖരിച്ച് ഒരുപാട് വെള്ളം ശേഖരിച്ച് അങ്ങനെ റിസർവ് ചെയ്ത് വെക്കുമ്പോ ആ വാട്ടറിന്റെ പ്രഷർ കൊണ്ടും ആ ഏരിയയില് ക്രസ്റ്റിന്റെ ആ ഭാഗത്ത് അവിടെ പിന്നെ വീക്കാണെങ്കിൽ, ക്രസ്റ്റിന്റെ ആ ഭാഗം വീക്കാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, അവിടെ എർത്തേക്കിനുള്ള സാധ്യത കൂടുതലാണ്. Then another is the volcanic eruption. Volcanic eruption is the another reason of the earthquake. Okay, so human activities apart from the plate movement and the faulting, human activities are also leads to the earthquake. Okay, then there is three types of waves are produced from the focus during the earthquake. Appo focus. What is the focus? The focus is the deep point inside the earth where the earthquake occur are known as the focus. Appo ഫോക്കസിൽ നിന്നും എർത്തേക്ക് വരുമ്പോൾ there is a three types of waves are produced. Three types of waves എന്ത് ചെയ്യാണ്, പ്രൊഡ്യൂസ് ചെയ്യാണ്. Then the three types of waves are the primary waves, secondary waves and surface waves. അതായത് എർത്തേക്ക് പിന്നെ ഉണ്ടാകുമ്പോൾ three types of waves are produced. There is a primary waves, secondary waves and surface waves. Primary waves producing the huge sound. അപ്പൊ നമ്മള് എർത്തേക്ക് ഉണ്ടാകുമ്പോ ആദ്യം എന്തുണ്ടാവുന്നത്, ഭയങ്കര സൗണ്ട് ഉണ്ടാവും അല്ലെ. ഭയങ്കര സൗണ്ട് ഉണ്ടായിട്ടാണ് പിന്നെ നമുക്ക് എന്തുണ്ടാവുന്നത്, ആ ഷിവറിങ് അല്ലെങ്കിൽ ഷേക്ക് ഉണ്ടാവുന്നത്. അപ്പൊ പിന്നെ പ്രൈമറി വേവ്സിൽ ഉണ്ടാവുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ there is a producing the huge sound. പ്രൈമറി വേവ്സിലാണ് എന്തുണ്ടാവുന്നത്, ഹ്യൂജ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The next is the secondary waves. Secondary വേവ്സിലെ സ്പീഡ്, നല്ല സ്പീഡിൽ എന്ത് ചെയ്യണം, വേവ്സ് വരികയാണ്. വേവ്സ് വന്ന് എവിടെ വരും, സർഫേസ് ഓഫ് ദി എർത്ത്, അതായത് ഭൂമിയുടെ മുകൾ ഭാഗത്തേക്ക് എന്ത് വരികയാണ്, വേവ്സ് വരികയാണ്. സർഫേസ് ഓഫ് ദി എർത്തിലേക്ക് വേവ്സ് വരികയാണ്. ആ സർഫേസ് ഓഫ് ദി എർത്തിലേക്ക് സർഫേസ് ഓഫ് ദി എർത്തിലേക്ക് വേവ്സ് വരുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പിന്നെ നമ്മുടെ എർത്തില് ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്ന, ട്രിമേഴ്സ് ഉണ്ടാവുന്നൊക്കെ എപ്പോഴാണ്, ഈ സർഫേസ് ഓഫ് ദ എർത്ത് വെരി dangerous to us. That is a very destructive. Surface waves are the most destructive.
The seismic waves are recorded by an instrument called seismograph. അപ്പോൾ earthquake സമയത്ത് ഉണ്ടാവുന്ന വേവ്സ് ആണ് എന്ത് seismic waves. Isn't it? അപ്പൊ earthquake സമയത്ത് എന്തുണ്ടാവും? ഇപ്പൊ ഭൂമിയുടെ ഇന്റീരിയർ പാർട്ട് ഓഫ് ദി എർത്ത് നിന്ന് വരുന്ന വേവ്സ് ആണ് എന്ത് seismic waves. അതിനെ പറയുന്ന പേരാണ് seismic waves. And there is an instrument, seismograph is recorded the seismic waves. Clear ആയോ? അതായത് 3 types of waves ഉണ്ടാവും, primary, secondary and surface waves. Surface waves ആണ് travel to earth, അതായത് എർത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന, എർത്തിലേക്ക് വരുന്ന പിന്നെ waves ആണ് എന്ത് surface waves. അതാണ് most destructive waves. Okay, then at the time of earthquake there is a waves are producing, that waves is known as the seismic waves. Okay, then Richter scale measure the intensity of energy release at the time of earthquake. In Richter scale എന്താ ചെയ്യുന്നത്? Richter scale is the then the measuring the energy releasing the time of that. അതായത് earthquake വളരെ ഡിസ്ട്രക്റ്റീവ് ആണ്. അപ്പൊ അതിന് വളരെയധികം എനർജി ആ സമയത്ത് earthquake ഉണ്ടാവുന്ന സമയത്ത് വലിയ എനർജിയാണ് റിലീസ് ചെയ്യുന്നത് അല്ലേ? ആ എനർജി പിന്നെ energy measure ചെയ്യുന്നത് Richter scale. Richter scale measure the intensity of energy released at the time of an earthquake. Okay, then earthquake 9.5 10 ഒക്കെ ആയി കഴിഞ്ഞാൽ തന്നെ അത് മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ആണ്, വളരെ പിന്നെ വളരെ നാശമുണ്ടാക്കുന്ന പിന്നെ earthquake ആണ്. 9.5 10 more than 10 ഒക്കെ വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിനോമിന ആണ് എന്ത് earthquake. അപ്പൊ earthquake ഉണ്ടാവുന്നത് എങ്ങനെയാണ്? സഡൻ മൂവ്മെന്റ്, അതായത് എൻഡോജനിക് ഫോഴ്സസിന്റെ സഡൻ മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു പിന്നെ ഒരു ഫിനോമിന ഓഫ് ദി എർത്ത് ആണ് എന്ത് എന്താ earthquake. Isn't it? Okay, next is the tsunami. സുനാമി നമുക്കറിയാലേ, 2004 നമ്മുടെ ഇന്ത്യയിൽ സുനാമി ഉണ്ടായി. ഇന്തോനേഷ്യയിൽ നിന്ന് ജാവയിൽ സുമാത്രയിൽ നിന്ന് അവിടുന്ന് സുനാമി അതിന്റെ പോയിന്റ് അവിടെയായിരുന്നു. സുനാമി 2004 നമുക്ക് സുനാമി ഉണ്ടായത്. വളരെയധികം നാശനഷ്ടം ഉണ്ടായിട്ടുള്ള ഒരു പിന്നെ മൂവ്മെന്റ് ആയിരുന്നു, എർത്ത് മൂവ്മെന്റ് ആയിരുന്നു എന്ത് സുനാമി. ഓക്കെ, ഇനി സുനാമി എന്ന് പറഞ്ഞാൽ എർത്ത് പിന്നെ സീലാണ് എർത്ത് ഉണ്ടാവണമെങ്കിൽ അത് എന്തായിട്ട് മാറി? സുനാമി ആയിട്ട് മാറി. സുനാമി അതായത് ജപ്പാനീസ് വേർഡ്. അപ്പോ നമുക്കറിയാം പിന്നെ സീല് വേവ്സ് ഉണ്ടാവും അല്ലെ? വേവ്സ് ഉണ്ടാണെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ഫോഴ്സ് വേണം. അപ്പൊ സാധാരണ സീല് വേവ്സ് ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് എന്ത്? വിൻഡ് കൊണ്ട് എന്തുണ്ടാവും? സീല് വേവ്സ് ഉണ്ടാവും, സീ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ പിന്നെ ഇവിടെ എനർജി, ഒരു എനർജി is needed for producing the waves. As usually the wind is the energy for the producing the waves, but here the earthquake ഇവിടെ എനർജി സീലെ ഇവിടെ എനർജി ഉണ്ടാക്കുന്നത് ആരാണ്? earthquake ആണ് എന്ത് ചെയ്യുന്നത്? സീലെ എനർജി ഉണ്ട്. അതായത് വേവ്സിന് നല്ല സ്പീഡ്, അതായത് 1 hour 800 കിലോമീറ്റർ സ്പീഡും, അതുപോലെ തന്നെ ഹൈറ്റ് 30 മീറ്റർ ഹൈറ്റില് ആ വേവ്സിന്റെ ഹൈറ്റ് ഉണ്ടാവും. പിന്നെ സ്പീഡ് വന്നിട്ട് 1 hour 800 കിലോമീറ്റർ സ്പീഡാണ് ഇത് സുനാമിക്ക്. അപ്പോ സുനാമി ഉണ്ടാവാൻ കാരണം എന്താണ്? സീലെ എർത്തേക്കിന്റെ സമയത്ത് എനർജി റിലീസ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? സീലെ സുനാമി ഉണ്ടാവുന്നത്. ക്ലിയർ ആയോ? അപ്പൊ പിന്നെ സുനാമി എർത്തേക്ക് സീൽ ഉണ്ടാവുമ്പോഴാണ് സുനാമി ഉണ്ടാവുന്നത്. അപ്പൊ സുനാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? Occurring on ocean floor cause giant sea waves. Such violent sea waves that rise several meters high are known as tsunami. Tsunami is a Japanese term meaning harbor waves. അപ്പൊ സുനാമി ഉണ്ടാവുന്നതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടൊക്കെ
ആളുകൾക്ക് അറിയാം. പിന്നെ കടല് ഉള്ളിലേക്ക് വലിയുന്നത് സുനാമിയുടെ ലക്ഷണമാണത്രേ. ഇന്ന് നമുക്ക് സാറ്റലൈറ്റ് ഒക്കെ ഉണ്ട് സുനാമി കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് സാറ്റലൈറ്റ് ഒക്കെ ഉണ്ട്. There is a facility for finding the tsunami, that is a satellite is used for finding the tsunami. But in the olden times there is a these type of facilities are not there. അപ്പൊ ഈ കടലിന്റെ വെള്ളം ഉള്ളിലേക്ക് വലിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അപ്പൊ പണ്ടുള്ള ആളുകളൊക്കെ എന്ത് മനസ്സിലാക്കും, ആ കടലിന് ഒരു പ്രത്യേകതയുണ്ട്, എന്ത് സുനാമി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി വരാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നു. ഓക്കെ, then next is the volcano. Yes, volcano. Volcanoes, what is the volcanoes? Volcanoes are formed by such molten rock material coming out through the fissure along the plate margin. അതായത് പ്ലേറ്റ് മാർജിൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട് പ്ലേറ്റ് മാർജിൻ വഴിയായിട്ട് എന്താ ഫോം ചെയ്യുന്നത്, ഫിഷേഴ്സ് രൂപപ്പെടും. ആ ഫിഷേഴ്സിൽ കൂടെ എന്താ വരുന്നത്, മാൻഡിൽ നിന്നും മാഗ്മ വരും. അപ്പൊ മാൻഡിൽ നിന്ന് മാഗ്മ വരുമ്പോ പിന്നെ മാൻഡിൽ നിന്ന് മാഗ്മ വരാനുള്ള കാരണം എന്താണ്, ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് മൂവ്മെന്റ്. അപ്പൊ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് മൂവ്മെന്റ് കൊണ്ട് എന്തുണ്ടാവും, പിന്നെ പ്ലേറ്റ് മൂവ് ചെയ്യും. പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഫിഷേഴ്സ് ഫോം ചെയ്യും. ആ ഫിഷേഴ്സിൽ കൂടെയാണ് ആര് വരുന്നത്, പിന്നെ മാൻഡിൽ നിന്നും ആര് വരുന്നത്, മാഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ്, സെമി ലിക്വിഡ് റോക്സ്. അപ്പൊ അതിനകത്ത് ഇന്റീരിയർ പാർട്ട് ഓഫ് ദി എർത്തില് ഈ മാഗ്മ ഉണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ദി ഗ്യാസസും ഒക്കെ എവിടെയുണ്ട്, ഇന്റീരിയർ പാർട്ട് ഓഫ് ദി എർത്തിലുണ്ട്. അങ്ങനെ പ്രഷർ കൂടുന്ന സമയത്ത് എന്തുണ്ടാവുന്നത്, എവിടെയാണ്, where there is then the crust is the very weak. എവിടെയാണ് ക്രസ്റ്റ് വീക്ക് ആയിട്ട് ഉള്ളത് ആ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യും, മാഗ്മ coming out, isn't it? ആ മാഗ്മ ഫിഷേഴ്സിൽ കൂടെ എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അതാണ് എന്ത്, വോൾക്കാനിക് ഇറപ്ഷൻ. അപ്പൊ വോൾക്കാനിക് ഇറപ്ഷനിലെ വോൾക്കാനോസ് അപ്പൊ ഓർത്തിരിക്കുക, വോൾക്കാനോ നമ്മുടെ ഇന്റീരിയർ പാർട്ട് ഓഫ് ദി എർത്തില് നല്ല ടെമ്പറേച്ചർ ആണ്, നല്ല ഗ്യാസസ് ഉണ്ട്, പിന്നെ മാൻഡിലിന്റെ എന്തുണ്ട്, മാഗ്മയുണ്ട്. അപ്പൊ പ്ലേറ്റ് മൂവ്മെന്റ് കൊണ്ട് എന്തുണ്ടാവുകയാണ്, ഫിഷേഴ്സ് ഫോം ചെയ്യാണ്. അപ്പൊ എവിടെയാണ് ക്രസ്റ്റ് വീക്ക് ആയിട്ടുള്ള ഭാഗത്ത് ആ ഫിഷർ ഫോം ചെയ്ത് ആ ഫിഷറിൽ കൂടെ ആര് വരും, മാഗ്മ പുറത്തേക്ക് വരും. അതാണ് വോൾക്കാനിക് ഇറപ്ഷൻ. ഓക്കെ, all of you look at the textbook. The hot molten rock that comes out through the fissures on the crust. Volcanoes are formed by such molten rock material coming out through the fissures along the plate margin. Nearly 80% of the world volcanoes are situated around the Pacific Ocean. അപ്പോൾ Pacific Ocean ലാണ് എന്ത് ഏറ്റവും കൂടുതൽ volcanoes are situated in the Pacific Ocean because now Pacific Ocean plate is sharing the four plate boundaries. Pacific Ocean le four plate boundaries are sharing. മനസ്സിലായോ? അപ്പൊ പസഫിക് ഓഷ്യനിലെ 4 പ്ലേറ്റ് ബൗണ്ടറീസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വോൾക്കാനോസ് ഉള്ളതും എവിടെയാണ്, പസഫിക് ഓഷ്യൻ. ഓക്കെ, this zone containing more than 452 volcanoes is known as Pacific Ring Fire. അപ്പൊ Pacific Ocean 452 volcanoes are located in the Pacific Ocean. So this is known as the Pacific Ring of Fire. ഓക്കെ, അപ്പൊ നമ്മൾ വോൾക്കാനെ പറ്റിയിട്ട് പഠിച്ചപ്പോ വോൾക്കാനിക് ഇറപ്ഷനിൽ എന്ത് വന്നു, അവിടുന്ന് മാഗ്മ വന്ന് ഫിഷേഴ്സിൽ നിന്ന് മാഗ്മ വന്ന് അത് സോൾട്ടിഫൈ ചെയ്തു, ലാവ പുറത്തേക്ക് വന്ന് സോൾട്ടിഫൈ ചെയ്തു, അത് അവിടെ കിടന്ന് എന്തായിട്ട് മാറി, ബ്ലാക്ക് സോയിൽ ആയിട്ട് മാറി. അപ്പൊ ഡെക്കാൻ പ്ലേറ്റ് ഫോം ചെയ്തത് എങ്ങനെയാണ്, ഈ വോൾക്കാനിക് ഇറപ്ഷൻ വഴിയായിട്ടാണ്. അപ്പൊ വോൾക്കാനിക് ഇറപ്ഷൻ നമുക്ക് പിന്നെ volcanoes, there is a very destructive and very harmful to our life, isn't it? അപ്പൊ volcano നമുക്ക് വളരെ ഡിസ്ട്രക്റ്റീവ് ആൻഡ് ഹാർംഫുൾ ആണ്. ബട്ട് on the other hand there is some useful to us. The volcanic eruptions are some useful to human beings. volcano കുറച്ച് യൂസ്ഫുള്ളും കൂടിയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എന്തെന്നാ, വോൾക്കാനിക് ഇറപ്ഷൻ വഴിയായിട്ട് എന്ത് വരികയാണ്, ലാവ വന്നു, അത് തണുത്തു, അത് ഉറഞ്ഞ് എന്തായിട്ട് മാറി, മണ്ണായിട്ട് മാറി, അവിടെ കിടന്ന് പിന്നെ വെതറിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് എന്തായിട്ട് മാറി,
black soil form ചെയ്യുന്നത്. അപ്പൊ ആ black soil is the good for the cotton cultivation. അപ്പൊ soil form ചെയ്യും. That soil is the good for the cotton cultivation. Okay. Then another is the hot spring. Hot spring is the another useful of the human beings, isn't it? അതായത് നമുക്ക് സ്ട്രീം അറിയാം അല്ലെ. സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് റെയിനി സീസണിൽ സ്ട്രീംസ് ഫോം ചെയ്യും. അതായത് റെയിനി സീസണിൽ മഴവെള്ളം വരുമ്പോ എന്തുണ്ടാവുന്നത് സ്ട്രീംസ് ഫോം ചെയ്യും. ബട്ട് ഹിയർ ദ സ്ട്രീംസ് ദാറ്റ് ഈസ് ദ ഹോട്ട് സ്ട്രീംസ് ആണ്. അതായത് ഹോട്ട് സ്പ്രിങ്സ് റെയിനി സീസണിലെ സ്പ്രിംഗ് ഫോം ചെയ്യും. അപ്പൊ ഇവിടെ വോൾക്കാനിക് ഇറപ്ഷൻ കഴിഞ്ഞ് ഇവിടെ വരുന്നത് ഹോട്ട് വാട്ടർ, അതായത് ഹോട്ട് വാട്ടറിന്റെ സ്പ്രിംഗ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അങ്ങനെ ഈ ആ സ്പ്രിങ്ങിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എപ്പോഴും ഇങ്ങനെ വെള്ളം വരില്ല. അതായത് ഇടയ്ക്കാണ് ഇതിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഹോട്ട് സ്പ്രിങ്ങിലെ വെള്ളം വരില്ല. അതായത് ചൂടുള്ള വെള്ളമാണ്. അപ്പൊ വോൾക്കാനിക് ഇറപ്ഷൻ കഴിഞ്ഞാല് അവിടെ വരുന്നത് അവിടുത്തെ പാറയിൽ നിന്ന് എന്ത് വരും, ചൂടുള്ള വെള്ളമാണ് വരുന്നത്. അങ്ങനെ ഈ ചൂടുള്ള വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് വരില്ല, ഇടയ്ക്കൊക്കെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ആ ഹോട്ട് സ്പ്രിങ്ങിനെ പറയുന്ന പേരാണ് എന്ത്, ഗീസർ. ഗീസർ. Okay, that place is the tourist center. അതായത് ടൂറിസ്റ്റ് സെന്റർ ആയിട്ട് ടൂറിസ്റ്റുകളൊക്കെ അവര് പിന്നെ അവിടെ കാണാനും കുളിക്കാനും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റി വോൾക്കാനിക് ഇറപ്ഷൻ വഴിയായിട്ട് ഫോം ചെയ്യുന്ന ഹോട്ട് സ്പ്രിംഗ് is India. The geysers are formed in many volcanic regions. Example, the Old Faithful Geyser, the Yellowstone National Park, and North America. ഇവിടെയൊക്കെയുള്ള geyser here means that geyser means that there is a hot spring. A hot spring എന്ത് ചെയ്യാണ്, hot spring there is a tourist center ആണ്. That hot springs is known as the geyser. Geyser എന്ന് അതെന്താ ചെയ്യുന്ന സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വെള്ളം വരില്ല, ഇടയ്ക്കാണ് അതില് പിന്നെ പാറയിൽ നിന്ന് വെള്ളം വരുന്നത്. അതാണ് ഇത് ഹോട്ട് സ്പ്രിംഗ്, that is known as the geyser. Okay. Third is the volcanic ash is a good manner, isn't it? So the third merit of the volcanic eruption is that a volcanic manner is used for the good manner. Okay. So here the volcanoes are very destructive and very harmful to our human life. But on the other hand, volcanoes are very useful to us, isn't it? There is a three very important merit. One is the black soil is formed due to volcanic eruption, and the second one is the geyser is formed, that is the hot spring is formed, and the third one is the volcanic ash is a good manner. Okay, this lesson is over, students. Our time is ready for wind up the class. Okay, I stop the class. Thank you.